ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആകാനും വീക്കെൻഡിലും അതുപോലെ സ്പെഷ്യൽ ഒക്കേഷൻസ് വരാണ്, പാർട്ടി ഫംഗ്ഷൻ. ഇനിയിപ്പോൾ ഓണമൊക്കെ വരല്ലേ, അപ്പോൾ സ്കൂളിലും കോളേജിലും ഓഫീസിലും എല്ലായിടത്തും ഓണം സെലിബ്രേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയുള്ള എല്ലാ സ്പെഷ്യൽ ഒക്കേഷൻസിനും നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് ഇപ്പോൾ ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് അതിൻ്റെ ഒരേ ഒരു സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 3-4 സ്റ്റെപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ ആർക്കൊക്കെ യൂസ് ചെയ്യാം, ഓരോ സ്കിൻ ടൈപ്പുകാർ എങ്ങനെയാണ് മാറ്റി മാറ്റി യൂസ് ആക്കേണ്ടത്, എപ്പോൾ യൂസ് ചെയ്താലാണ് നിങ്ങൾക്ക് ഏറ്റവും അടിപൊളി റിസൾട്ട് കിട്ടുക എന്നറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കണം. കുറച്ച് ചെറിയ ചെറിയ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോയുടെ ഇടയ്ക്കായിട്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്കത് മിസ്സാവും. സോ അവസാനം വരെ കണ്ടു നോക്കാം. അപ്പം എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകണ്ട. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. അപ്പോൾ നിങ്ങൾക്കും ഇതിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്, കണ്ടു നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ആദ്യം ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക. ഇത്രയും വലിയ ബൾബ് പോലത്തെ ഐസ് ക്യൂബ് ഒന്നും വേണ്ട കേട്ടോ. കുഞ്ഞ് സാധാരണ നമ്മൾ വീട്ടിലുള്ള ഐസ് ക്യൂബൊക്കെ യൂസ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഒരു കോട്ടൺ തുണിയിൽ കവർ ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നതാണ് കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എനിക്കിങ്ങനെ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിങ്ങനെയാണ് യൂസ് ആക്കുന്നത്. ഇതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് പൊടിയും അഴുക്കും മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ മുഖം നന്നായിട്ട് കഴുകിയിട്ട് വേണം ഈ ഒരു ഐസ് ക്യൂബ് മസാജ് ചെയ്ത് കൊടുക്കാൻ. അല്ലാത്തവരാണെങ്കിൽ നോർമലി വെള്ളം വെച്ച് കഴുകിയാൽ മതി. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള വെള്ളം തുടച്ചു മാറ്റുക ഒരു ടവൽ വെച്ചിട്ട്. അതിനുശേഷം നമുക്കൊരു ക്ലെൻസർ ഉണ്ടാക്കാം. മിൽക്ക് ക്ലെൻസിങ് ആണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓയിലി സ്കിൻകാരാണ് മിൽക്ക് ക്ലെൻസിങ് ഒട്ടും പറ്റത്തില്ലെന്നാണെങ്കിൽ നിങ്ങൾ ഒരല്പം പാലെടുക്കുക, 1 സ്പൂൺ പാലെടുക്കുക, ഒപ്പം 2 സ്പൂൺ റോസ് വാട്ടർ അതിനോടൊപ്പം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് ഞാനിപ്പോൾ യൂസ് ആക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. നിങ്ങൾക്ക് ഏതാണോ സ്കിന്നിന് യൂസ് ആക്കാൻ പറ്റുന്ന മഞ്ഞൾ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ആക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. മുഖത്ത് യൂസ് ചെയ്യുന്നത് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഈ ഒരു ടേമറിക് മിൽക്ക് വെച്ചിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത്. അതിനായിട്ടൊരു കോട്ടൺ ബോൾ പഞ്ഞി എടുക്കുക. അത് നമ്മൾ ഇതിലോട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം മുഖത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അപ്പം ഈ പോർസിനകത്തൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകുന്ന ഒരു അഴുക്കും പൊടിയും മേക്കപ്പിൻ്റെ ബാക്കിയും ഈവൻ ഒരു ക്രീമോ പൗഡറോ ആണെങ്കിൽ പോലും അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാനും ഭയങ്കര നല്ലതാണ്. ഇതിലിപ്പോൾ ഞാൻ സ്ക്രബ് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സ്ക്രബിങ് ചെയ്യണം എന്നാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കുറച്ച് പാലോ തൈരോ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഈ ഒരു പഞ്ഞി വെച്ചിട്ട് ഇങ്ങനെ മൂക്കിൻ്റെ അവിടെയും നെറ്റിയിലും എല്ലായിടത്തും നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഓൾറെഡി 2 ദിവസം മുന്നേ ഞാൻ സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ എക്സ്ഫോളിയേറ്റർ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഉരച്ചുരച്ചിട്ടുള്ള ഒരു ഇതൊന്നും വേണ്ടല്ലോ. അപ്പോൾ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും. പാല് തന്നെ ലാക്റ്റിക് ആസിഡിൻ്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് നന്നായിട്ട് നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇത് മൈൽഡായിട്ടുള്ള ഒരു സ്ക്രബാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. അല്ല നിങ്ങൾ ഏതെങ്കിലും സ്ക്രബ് വേറെ യൂസ് ആക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ആക്കാവുന്നതാണ് ഈ ഒരു സ്റ്റെപ്പിന് ശേഷം. പക്ഷെ ഞാൻ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് ഫേസ് പാക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് ഈ ഒരു പാല് വെച്ചിട്ടും, അതായത് നമ്മുടെ പഞ്ഞി മുക്കിയിട്ട് പാലിൽ പഞ്ഞി മുക്കിയിട്ട് അത് വെച്ച് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. സ്കിൻ ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ലതാണ്. മഞ്ഞളിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും സൂത്തൻ ചെയ്യാനും ഡേർട്സ് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും വളരെ നല്ലതാണ്. മേക്കപ്പിൻ്റെ അവശിഷ്ടങ്ങൾ, അതായത് നമ്മുടെ ഐബ്രോൻ്റെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് മാറ്റുക. അതിനുശേഷമായിട്ട് നമുക്ക് ഈ പാക്ക് പ്രിപ്പയർ ചെയ്യാം. സിമ്പിൾ ആൻഡ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കടലമാവാണ്. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കടലപ്പൊടി ഉണ്ടല്ലോ, അത് തന്നെ കടലമാവ് എടുക്കുക. അത് നമ്മളിട്ട് 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്കിന്നിനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും ബ്രൈറ്റൻ ചെയ്യാനും സൺ ടാനൊക്കെ റിമൂവ് ചെയ്യാനും വളരെ നല്ലതാണ്. സോ ഞാനിവിടെ 2-3 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു കംപ്ലീറ്റ് ഫേഷ്യൽ ഉണ്ടല്ലോ, മുഖത്ത് മാത്രം ചെയ്യരുത്, കഴുത്തിലും ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ ഈവൻ ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ നല്ല വ്യത്യാസം അറിയാനായിട്ട് പറ്റും. അടുത്തതായിട്ട് കുറച്ച് തേൻ വേണം. തേൻ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് തേനിൽ നന്നായിട്ട് നമ്മുടെ സ്കിന്നെ ഫ്രഷ് ആക്കാനും ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈറ്റൻ ചെയ്യാനുമുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ സ്കിന്നിൽ ഏതെങ്കിലും റെഡ്നെസ്സോ റാഷസോ ഉണ്ടെങ്കിൽ അതൊക്കെ സൂത്തൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് വലിയ മുഖക്കുരു ഉണ്ടെന്നാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു സ്ക്രബ്
സ്ക്രബിങ്ങോ അല്ലെങ്കിൽ ഫേഷ്യലോ ഒന്നും ഇപ്പം ചെയ്യാൻ നിൽക്കരുത്. നന്നായിട്ട് അത് സൂത്താവട്ടെ, അതിനുശേഷം നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. എപ്പോഴാണോ നിങ്ങളുടെ സ്കിന്ന് ഇതൊക്കെ എടുക്കാൻ പാകത്തിന് സെറ്റിലാവുന്നത്, ഓക്കെ ആയിരിക്കുന്നത്, ആ ടൈമിൽ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പാല് വെച്ച് നമ്മൾ ക്ലെൻസ് ചെയ്തല്ലോ. ഓയിലി സ്കിൻകാരാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് മുഖം നന്നായിട്ട് ചെറിയ ചൂട് വെള്ളത്തിലൊന്ന് കഴുകുക. അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ടാവും. അതിനുശേഷം വേണം പാക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ച് കൊടുക്കാനായിട്ട്, നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് പാൽ ഒട്ടും തന്നെ തൊടാൻ പോലും പറ്റില്ല എന്നാണെങ്കിൽ പാല് സ്കിപ്പ് ചെയ്യുക. നിങ്ങൾ റോസ് വാട്ടർ പഞ്ഞിയിൽ മുക്കിയിട്ട് അത് തുടച്ചെടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യരുതെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു പോകുമ്പം എനിക്ക് ഓർമ്മ വരുന്ന സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടിപ്സൊക്കെ പറയും. അതുകൊണ്ട് നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒപ്പം ഞാൻ കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടെ ഈ ഒരു പാക്കിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 3 ഇൻഗ്രീഡിയൻസ് ആയി. കടലമാവ് യൂസ് ചെയ്യുന്നുണ്ട്, തേൻ യൂസ് ചെയ്യുന്നുണ്ട്, കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ മാത്രമേ ടാഗ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒപ്പം ഞാൻ ഒരല്പം പാലും പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ടാണ് മിക്സ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിന് പകരം റോസ് വാട്ടർ വേണമെങ്കിലും യൂസ് ചെയ്ത് മിക്സ് ചെയ്യാം. പാല് സ്കിപ്പ് ചെയ്യണമെന്നാണെങ്കിൽ അതും ആകാം. നിങ്ങൾക്ക് റോസ് വാട്ടറിൽ മാത്രമായിട്ടും ഈ ഒരു പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓയിലി സ്കിൻകാരാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക, ഒപ്പം കുറച്ച് റോസ് വാട്ടറോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ പാല് നിങ്ങൾ യൂസ് ആക്കുന്നില്ല എന്നാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ റോസ് വാട്ടർ തന്നെ യൂസ് ആക്കണം. അത് വെറും വെള്ളത്തിൽ യൂസ് ആക്കുന്നതിനേക്കാളും ഒരുപാട് നല്ലതാണ് നമ്മൾ റോസ് വാട്ടർ ചേർത്ത് മിക്സ് ആക്കുന്നത്. അപ്പോൾ പാല് ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡ്രൈ സ്കിൻകാരും ഓയിലി സ്കിൻകാരും നോർമൽ സ്കിൻകാരും ഒക്കെ എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്ന് ഒരു ഐഡിയ എന്തായാലും കിട്ടിക്കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ ബേസിക്കായിട്ട് ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബേസിക്കായിട്ട് ഒരു ഐഡിയ ഉണ്ടാവും. ആ ഒരു ഐഡിയയുടെ പുറത്ത് നിങ്ങൾ വർക്ക് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് സൺ ടാൻ ഉണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക. തൈര് യൂസ് ചെയ്യാനായിട്ട് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തക്കാളിയുടെ നീരുണ്ടല്ലോ, തക്കാളിയുടെ ജ്യൂസ് അല്ലെങ്കിൽ പ്യൂരി ആയിട്ട് ചേർത്ത് കൊടുക്കാം. സൺ ടാൻ മാറാനായിട്ട് ഭയങ്കര നല്ലതാണ്. പിഗ്മെൻറ്റേഷൻ ഒരുപാടുള്ളവരാണെങ്കിൽ പൊട്ടറ്റോൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, പൊട്ടറ്റോൻ്റെ ജ്യൂസ് അതെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ട് നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഉറപ്പായും നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സെറ്റ് ആവുന്നത് അത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. സൂപ്പറായിട്ട് വർക്കാകും, നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഈ ഒരു റുട്ടീൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്കൊരു ഫംഗ്ഷനൊക്കെ വരുന്നത് ആ ഒരു ടൈമിൽ മാത്രം ചെയ്ത് കൊടുത്താലും മതി. കാര്യം ഇതൊരു ഫേഷ്യൽ ആണല്ലോ, എപ്പോഴും നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റണമെന്നില്ല. സോ നമുക്ക് എപ്പോഴാണോ ടൈം ഉള്ളത് ആ ഒരു ടൈമിൽ ഈ 3 സ്റ്റെപ്സും അടിപൊളിയായിട്ട് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. പിന്നെ അണ്ടർ ഐ പഫിനെസ് ഒക്കെ ഉള്ളവരാണ്, മുഖത്ത് തന്നെ ചിലർക്ക് പഫിനെസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ് മസാജ് ഡെയിലി ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ചിലർക്ക് സെറ്റ് ആവില്ല. അതുകൊണ്ട് എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് സെറ്റാവുന്ന കാര്യങ്ങൾ മാത്രം ഇതിന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് റെഗുലറായിട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ 3-4 ദിവസം യൂസ് ആക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരുപാട് മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ചെയ്ത മിൽക്ക് ക്ലെൻസിങ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഡെയിലി ചെയ്ത് കൊടുക്കുന്നത് രാത്രി കിടക്കുന്നതിന് മുന്നേ, ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നേ, മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന സമയത്ത് മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യുമല്ലോ, അതിനുശേഷം ഈ പാലും ടർമറിക്കും കൂടെ മഞ്ഞളും കൂടെ മിക്സ് ചെയ്തിട്ട് കോട്ടൺ ബോളിൽ മുക്കി അത് വെച്ച് വൈപ്പ് ചെയ്യുന്നത് ഡീപ്പായിട്ട് നമ്മുടെ മേക്കപ്പ് എല്ലാം ക്ലെൻസ് ചെയ്യാനായിട്ട് ഭയങ്കര നല്ലതാണ്. അതിനുശേഷം നമുക്ക് സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ യൂസ് ചെയ്ത് മുഖം നന്നായിട്ട് കഴുകാം. അപ്പോൾ മേക്കപ്പിൻ്റെ അവശിഷ്ടങ്ങൾ ഇരുന്നിട്ട് മുഖക്കുരു വരുന്നവരും നിങ്ങൾക്ക് അത് ബ്രേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചെയ്ത് നോക്കാം. ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കുക. ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫേസിൽ ഈവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നന്നായിട്ട് വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഫേസ് പാക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഫേഷ്യൽ ചെയ്ത് കൊടുത്താലും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇത് ഇത്രയും സ്റ്റെപ്സ് ഇല്ല, അപ്പോൾ നമുക്ക് ഭയങ്കര ടയറിങ് ആയിട്ട് തോന്നും. ആദ്യത്തെ 1-2 ദിവസം ചെയ്യും, പിന്നെ അങ്ങോട്ട് ചെയ്യാനൊന്നും പോവില്ല. സോ ഒരു ഫംഗ്ഷൻ വരുന്ന ദിവസങ്ങളിലും വീക്കെൻഡിലും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അതിനുശേഷം ഞാൻ കുറച്ച് റോസ് വാട്ടർ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം. എന്നിട്ട് അലോവേര ജെല്ലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഏത് സ്കിൻ കെയർ ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് തന്നെ യൂസ് ചെയ്താൽ മതി. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്യുക. ഇത് ഓപ്ഷണൽ അല്ല, ഇത് ഉറപ്പായും എല്ലാവരും ട്രൈ ചെയ്ത്
ട്രൈ ചെയ്യല, ഉറപ്പായും ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ്. ഏതൊരു ഫേസ് പാക്ക് യൂസ് ചെയ്താലും ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ടോണർ വരെ നമുക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ആക്കുക. അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിന് ചേരുന്നതാണ് യൂസ് ആക്കിയിട്ടുള്ളത്. നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നത് ഉറപ്പായും ട്രൈ ചെയ്യുക. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. സൂപ്പറായിട്ട് സ്കിൻ ഗ്ലോ ആകും. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഉറപ്പായി നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുമെന്നും കരുതുന്നു. ബൈ, ടാറ്റാ.